ഇവിടെയാണ് കൊണ്ടത്. ഇവിടെ കൂട്ടിയിട്ടുണ്ട്. എങ്ങനെ കൊണ്ടുവന്നേ? കവറി കവറി എങ്ങനെ കൊണ്ടുവന്നേ? ചാമ്പയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അവനവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്തു? പീഡിപ്പിക്കുന്ന വല്ല എന്ത് ചെയ്തു? വായപൊത്തി പിടിച്ചു. അവൻ മോഹിച്ചാ? എന്നിട്ട് വീണ്ടും കയറി വന്നു. എന്നിട്ട് അല്ല തട്ടിട്ട് പിന്നെ അവനെന്താ ചെയ്തത്? അവന് കിടന്നിട്ട് അവൻ താന്നു പോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നു പോയിപ്പോ അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യത്തെ ഉന്തിട്ടതല്ലേ? പക്ഷെ എങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ മാത്രം ഇത് സംഭവിക്കുന്നത്? എന്തൊക്കെ സംവിധാനങ്ങൾ ഇന്നുണ്ട് ഇവന്റെ ആ ഒരു സൂക്കേട് മാറ്റാൻ വേണ്ടി ആണെങ്കിൽ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ടും പണ്ടൊക്കെ പിള്ളേര് പെൺകുട്ടികളെ പുറത്തിറക്കുമ്പോഴായിരിക്കും നമ്മൾ പറയാറില്ലേ, ഇത് ഒന്ന് സൂക്ഷിക്കണം, പെങ്കൊച്ചാണ്, അതാണ് ഇതാണ്, നിങ്ങൾ അങ്ങനെ പോലെ അങ്ങനെ പോലെ. ഇന്ന് ആൺപിള്ളേരുടെ അടുത്തും പറയേണ്ടി വരും. പിഞ്ചു പിള്ളേരെ പോലും പുറത്തു വിടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ജനങ്ങളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഈ ചെയ്യുന്നവനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറ്റം പറയാനില്ല അവനാ. കാരണം ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. അവനറിയാം സിമ്പിളായിട്ട്. അല്ലെങ്കിൽ VIP പരിഗണനയോട് കൂടിയാണ് ഇവനെ ആനയിച്ച് കൊണ്ടുവരുന്നത് തന്നെ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, ഒരു 10 മിനിറ്റ് ആ നാട്ടുകാരുടെ കയ്യിലേക്ക് കൊടുത്തു നോക്കി, എന്തായിരിക്കും അവന്റെ അവസ്ഥ എന്നുള്ള അറിയാം. പക്ഷെ അത് പറ്റില്ല. നിയമത്തിന്റെ പ്രകാരം ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും സംഭവിച്ചാലും അതിന് ആ ഉദ്യോഗസ്ഥരെ തന്നെ അതിന് പറയേണ്ടി വരും ഒരു പക്ഷെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇനിയിപ്പോൾ VIP അവന് പരിഗണന, VIP ട്രീറ്റ്മെന്റ്, എല്ലാ കാര്യങ്ങളും VIPസിന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും സുഖവാസമായിട്ട് ഇനി അവന് ജയിലിൽ പോയി കിടന്നാൽ പോലും ഒന്നും പേടിക്കണ്ട. ഒരാളെയും പേടിക്കാത്ത രീതിക്ക് നല്ല സുന്ദരമായിട്ട് തിന്ന് കൊഴുത്ത് അങ്ങോട്ട് നടക്കുക. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുക. ഇതേപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഇനിയും ചെയ്യുക, വീണ്ടും പോകുക അല്ലേ. ഒരു കൺസെൻട്രേഷൻ നമുക്ക് കൊടുക്കുക. VIPക്ക് കൊടുക്കണം അതേ കൺസെൻട്രേഷൻ ഇവന് കൊടുക്കും, അതേ പരിഗണന കൊടുക്കും. എന്നിട്ടും ഇത്രയും സംഭവങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടും ഒരു മാറ്റവും നിയമത്തിന് ഒന്ന് തിരിക്കാൻ, ഒരു പഴുതെങ്കിലും അടയ്ക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോന്ന് ചോദിച്ചു നോക്കിയേ. ഇതിപ്പോ ജനങ്ങളെല്ലാവരും ഒന്ന് കൂടിയിട്ട് ഇറങ്ങേണ്ടി വരും ഇനി നമ്മുടെ നിയമം മാറ്റാനും ജസ്റ്റിസ് മാറ്റാൻ വേണ്ടി. അല്ല, എനിക്കറിയാൻ പാടില്ല എനിക്ക് ചോദിക്കുന്നതാ. കാരണം ഡെയിലി ഓരോ ദിവസവും ഓരോ ന്യൂസുകളായിട്ട്. ഒരു ആൺകുട്ടി ഇത്രയും ബ്രൂട്ടലായിട്ട് അവന് തോന്നുന്നുണ്ടെങ്കിൽ എങ്ങടെ പോണേ? നമ്മൾ എങ്ങടെ ചിന്തിക്കണേ? നമ്മളിവിടെ കിടന്ന് ബായാടിയിട്ട് എന്താ കാര്യം? ഇത് വീഡിയോ എടുക്കുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ അവനും ഗുണമില്ല, നമുക്കൊരു ഗുണമില്ല. ഇനി നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്ന് പറയാൻ പറ്റും. നിയമം നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു